ഹലോ എവറി വൺ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ അടുത്തൊരെണ്ണമാണ്, ദാറ്റ് ഈസ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ വരും. അയ്യോ, ഇത് കമ്മ്യൂണിക്കബിളിൽ പെടുമല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലർക്കൊക്കെ വരാം. ബട്ട് ഇത് കമ്മ്യൂണിക്കബിളിൽ നമ്മൾ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അത് നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു ഡിസീസായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എങ്ങനെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. അതായത് ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കൊണ്ട്, അത് മെയിനായിട്ട് നമുക്ക് ത്രോട്ടിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. സോ ആ ഇൻഫെക്ഷൻ്റെ ബാലൻസ് ആയിട്ട് ചില സമയത്ത് എന്ത് പറ്റും, നമ്മുടെ ഹാർട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, സോ അതാണ് റുമാറ്റിക് ഫീവർ റിലേറ്റഡ് ടു റുമാറ്റിക് ഹാർട്ട് ഡിസീസസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത് നമ്മളെ കണക്റ്റീവ് ടിഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ കണക്റ്റീവ് ടിഷ്യൂസ് ലൈക്ക് പർട്ടിക്കുലർലി ഹാർട്ട്, ജോയിൻറ്റ്സ്, ഇതിനൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണ് ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ ഓഫ് സ്ട്രെപ്റ്റോകോക്കൈ. ഇപ്പോൾ സ്ട്രെപ്റ്റോകോക്കൈ ഇൻഫെക്ഷൻ കാരണം അത് ആക്ച്വലി നമുക്ക് എന്താണ്, ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് ഉണ്ടാവുന്നത്. സോ ഈ ഇൻഫെക്ഷൻ്റെ ഒരു ബാലൻസ് ആയിട്ട്, അല്ലെങ്കിൽ അത് വരുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന മറ്റൊരു പ്രോബ്ലമാണ് എന്ത്, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻഫെക്ഷ്യസ് ആണോ? അല്ല. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഇൻഫെക്ഷൻ വന്നത് കൊണ്ട് നമുക്ക് വന്നൊരു ഡിസീസ് ആണെന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ഓട്ടോ ഇമ്മ്യൂൺ ആണ്, കുറച്ചുകൂടെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് കൊണ്ടാണ്, ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൊണ്ടാണ്. ഓക്കെ, ബട്ട് റുമാറ്റിക് ഫീവർ അല്ലെങ്കിൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു കമ്മ്യൂണിക്കബിൾ അല്ല. അതായത് സ്ട്രെപ്റ്റോകോക്കസിൻ്റെ ആ ഒരു ഇൻഫെക്ഷൻ കമ്മ്യൂണിക്കബിൾ ആണ്, വേറസ് അതുകൊണ്ട് നമുക്കുണ്ടായി കുറച്ച് നാൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഹാർട്ട് ഡിസീസ് കമ്മ്യൂണിക്കബിൾ അല്ല, അത് സ്പ്രെഡ് ചെയ്യില്ല, അത് ഒരാളിൽ നിന്ന് അടുത്തവളിലോട്ട് പോകില്ല. സോ അതുകൊണ്ടാണ് ഇവരെ നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ വരരുത്. ഓക്കെ, ഇപ്പോൾ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ആൻഡ് റുമാറ്റിക് ഫീവർ, അത് രണ്ടും നമ്മൾ എന്താണ്, ഒരു കമ്മ്യൂണിക്കബിൾ നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ കോസ്, അതായത് അതിന് ഇനിഷ്യൽ ആയിട്ടുള്ള ആ ത്രോട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. അതുകൊണ്ട് ആ ഒരു ഇൻഫെക്ഷൻ വന്നത് കൊണ്ട് പിന്നീട് ഉണ്ടാവുന്ന ഒരെണ്ണമാണ് ഈ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, ബട്ട് ഇത് സ്പ്രെഡ് ആവില്ല. സോ ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂണിക്കബിൾ. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മുടെ ഹാർട്ടിൽ, അല്ലെങ്കിൽ ഹാർട്ടിൽ മസിൽസിനും ഹാർട്ടിനും പിന്നെ ജോയിൻസിനും ഒക്കെ എന്താ പ്രോബ്ലം വരാറുണ്ട് ഈ റുമാറ്റിക് ഫീവർ, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്ന സമയത്ത്. ആൻഡ് ദാറ്റ് അതിന് കാരണമായിട്ടുള്ള കോസേറ്റീവ് ഓർഗാനിസം, അല്ലെങ്കിൽ ആ ഇൻഫെക്ഷന് ഇനിഷ്യൽ ഇൻഫെക്ഷന് കാരണമായിട്ടുള്ളത് സ്ട്രെപ്റ്റോകോക്കസ് ആണ്. ഇറ്റ് ഈസ് എ ബാക്ടീരിയ. അതിൽ തന്നെ ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഏതാണ്? ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ കൾച്ചർ ചെയ്യുമല്ലോ, ആ ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുമ്പം അത് ബ്ലഡിൻ്റെ ബ്രോത്ത് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലഡ് അഗാർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കൈ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് അഗാർ എന്ന് പറയുമ്പോൾ റെഡ് കളറിൽ ഇങ്ങനെ ഇരിക്കും. സ്ട്രെപ്റ്റോകോക്കൈ അവിടെ ഗ്രോ ചെയ്യുന്ന അനുസരിച്ച് എന്ത് പറ്റും, ആ റെഡ് കളർ മാറി അവിടെ എല്ലാം വൈറ്റ് കളറിലോട്ട് വരും. അതായത് അവിടുത്തുള്ള ബ്ലഡിനെ അവർ ലൈസിസ് ചെയ്തു എന്നാണ് അർത്ഥം, ഡിഗ്രേഡ് ചെയ്തു എന്നാണ് അർത്ഥം. സോ അതുകൊണ്ടാണ് അവരെ ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ. അവരാണ് ഈ ഫീവറിന്, അല്ലെങ്കിൽ ആ ഒരു ത്രോട്ട് ഇൻഫെക്ഷന് കാരണമാവുന്നത്. ആ ഇൻഫെക്ഷൻ കാരണം നമുക്ക് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ദിസ് റുമാറ്റിക് ഫീവർ, അല്ലെങ്കിൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ഓക്കെ, റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ക്ലിയർ? സോ റുമാറ്റിക് ഫീവർ നമുക്ക് എന്താണ്, അതൊരു ക്രിപ്ലിംഗ് ഡിസീസാണ്. അതായത് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. അതായത് നമ്മളെ ജോയിൻസിന് ഡാമേജ് ഉണ്ടാവുന്നുണ്ട്, നമുക്ക് അതായത് നമ്മളെ ഹാർട്ടിന് പ്രോബ്ലം വരുന്നുണ്ട്. അങ്ങനെ ഒരു ബോഡി ഫുള്ളായിട്ട് ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു ഡാമേജ് കോസ് ചെയ്യുന്ന പോലത്തെ ഒരു കണ്ടീഷനാണ് ഈ റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിനകത്ത് കോൺസിക്വൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഡാമേജ് ഓഫ് ഹാർട്ട് ഉണ്ടാവാറുണ്ട്. അതേപോലെ ഡിസബിലിറ്റീസ്, അതായത് നമ്മുടെ കൈയുടെയും കാലിൻ്റെയൊക്കെ ഡിസബിലിറ്റീസ് ഉണ്ടാവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ പ്രീമച്ചുർ ഡെത്ത് ഒരടുത്തൊരു കോൺസിക്വൻസ് ആണ്. അതായത് ഏജ് 35 മുമ്പ്, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട്
35 അതിന് മുമ്പായിട്ട് എന്ത് സംഭവിക്കാം, ഡെത്ത് സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്തായിട്ട് കാണാറുണ്ട്, ഒരു ക്രോണിക് ഡിസീസായിട്ട് ഈ RHD ദാറ്റ് ഈസ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസിനെ കൺസിഡർ ചെയ്യാറുണ്ട്. ക്ലിയർ? സോ ഇനി പ്രോബ്ലം വേൾഡ് വൈഡ് നമ്മൾ അതിൻ്റെ പ്രോബ്ലം നോക്കുന്ന സമയത്ത് ഈ റൊമാറ്റിക് ഫീവർ ആയാലും റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ആയാലും ഡെവലപ്പിംഗ് കൺട്രീസിലാണ് മെയിനായിട്ടും കാണുന്നത്. ഡെവലപ്ഡ് കൺട്രീസിനെക്കാളും തേർഡ് വേൾഡ് കൺട്രീസ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലാണ് എന്ത് കാണുക, കൂടുതലും ഈ റൊമാറ്റിക് ഫീവറും റൊമാറ്റിക് ഹാർട്ട് ഡിസീസും ഒക്കെ കൂടുതൽ കാണുന്നത്. അത് ഡിക്രീസ് ചെയ്യുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഫിഗർ ഓഫ് കാർഡിയാക് ഇൻവോൾവ്മെൻറ്റും അതേപോലെ റൊമാറ്റിക് ഫീവറിൻ്റെ റിക്കറൻസിയും കൂടുതലായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു വേൾഡ് വൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇത് കൂടുതലായിട്ടും ഉള്ളത്. ആൻഡ് ഇത് കാരണം മോർട്ടാലിറ്റി റേറ്റ് കൂടുന്നുണ്ട്. ആൻഡ് അതേപോലെ മിട്രൽ ഇൻസഫിഷ്യൻറ്റ്, അതായത് നമ്മുടെ മിട്രൽ വാൽവിൻ്റെ ഇൻസഫിഷ്യൻ്റ് ആയിട്ട്, അതായത് ഫ്ലോ അല്ലെങ്കിൽ അത് ചുരുങ്ങി പോകും. സ്റ്റെനോസിസ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ ചുരുങ്ങി ഇതാണ് കണ്ടോ, അതായത് നോർമലായിട്ട് ഇരിക്കുമ്പോൾ അത് ഇത്രയും വാൽവ് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കുക അത് ചുരുങ്ങുകയാണ്. സോ അതിനെയാണ് സ്റ്റെനോസിസ് എന്ന് പറയുന്നത്. അതൊക്കെ ഈ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കില്ല ഹാർട്ടിൽ. അതേപോലെ ബ്ലഡിൻ്റെ ലീക്കേജും ഒക്കെ സംഭവിക്കാറുണ്ട്. ഈ വാൽവിൽ നിന്ന് ബ്ലഡ് ലീക്കും ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻഡ് വേരിയബിൾ ദ കോറിലേഷൻ വിത്ത് ദ സിവിയറിറ്റി ഓഫ് വാൽവ് ഡിസീസ് ഇൻക്ലൂഡ് ദ നമ്പർ ഓഫ് പ്രീവിയസ് അറ്റാക്ക്. അതായത് ഈ വാൽവിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ, അതായത് മിട്രൽ വാൽവിൽ എന്ത് പറ്റാണ്, അതിൻ്റെ ആ ഒരു വാൽവ് ഓപ്പണിംഗ് കുറഞ്ഞു വരും, അതായത് ഇങ്ങനെ ചുരുങ്ങി വരും. അതേപോലെ തന്നെ വാൽവ് ലീക്കേജ് സംഭവിക്കാറുണ്ട്. സോ അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ആയിട്ട് റൊമാറ്റിക് ഫീവർ അറ്റാക്സ് നമുക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ടൈം, അതായത് ആ ഡിസീസ് വന്നു മുതൽ ഇത് പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ടൈം, ഇതെല്ലാം കാരണവും നമുക്ക് ഈ മിട്രൽ വാൽവിൽ ഉണ്ടാവുന്ന ആ ഒരു സിവിയറിറ്റി അതനുസരിച്ചിരിക്കും. അത് കൂടുതലാണെങ്കിൽ സിവിയറിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഈ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഇത് ഒരു 5 to 7 per 1000 ആണ് വരുന്നത്. അതും 5 to 15 years ഓൾഡിൻ്റെ ഇടയിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. ഈ ഒരു കണ്ടീഷൻ 5 to 15 years ഓൾഡ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും ഈ ഒരു കണ്ടീഷൻ കാണുന്നത്, RHD അതായത് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 1000-ൽ 5 to 7% per 1000 എന്താണ് ഈ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് കോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതേപോലെ അതിൽ തന്നെ 5 to 15 years ഓൾഡിൻ്റെ ഇടയിലാണ് കൂടുതലും ഈ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ഹോസ്പിറ്റൽ അഡ്മിഷൻസിൽ നോക്കുകയാണെങ്കിൽ 20 to 30% എന്താണ് ഈ RHD വഴിയാണ്. അതായത് നമ്മുടെ കാർഡിയോവാസ്കുലർ ഡിസീസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 20 to 30% ഈ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് കൊണ്ടുള്ള ഹോസ്പിറ്റലൈസ് കണ്ടീഷൻസ് ആണ്. ഓക്കെ, ഇനി സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ ഉണ്ടായി, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് എന്ത് വരിക, ഈ ഒരു റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ റൊമാറ്റിക് ഫീവർ വരുന്നത്. അപ്പോൾ അത് വെരി കോമൺ ഇൻ ചിൽഡ്രൻ, അതായത് കുട്ടികളിലാണ് കൂടുതലും ഈ ഒരു ഇൻഫെക്ഷൻ, അതായത് സ്ട്രെപ്റ്റോകോക്കസിൻ്റെ ഇൻഫെക്ഷൻ കൂടുതലും കാണുന്നത്. ഓക്കെ, ആൻഡ് ജയ് വിഗ്യാൻ മിഷൻ മോഡ് പ്രോജക്റ്റ് ഓൺ കമ്മ്യൂണിറ്റി കൺട്രോൾ ഓഫ് RHD is India is being carried out with 4 main component. അപ്പം ആ ഒരു നമ്മളെ റൊമാറ്റിക് ഫീവർ അല്ലെങ്കിൽ റൊമാറ്റിക് ഹാർട്ട് ഡിസീസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ആണ് കേട്ടോ ജയ് വിഗ്യാൻ മിഷൻ മോഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 4 മെയിൻ കമ്പോണൻ്റ് ആണ് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഒന്നെന്ന് പറയുന്നത് ആ സ്റ്റഡി നടത്തുക, സ്ട്രെപ്റ്റോകോക്കസ് എങ്ങനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡിയാണ്. പിന്നെ ആർക്കൊക്കെയാണ് ഈ കണ്ടീഷൻ ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു രജിസ്ട്രീസ് കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ആ പാത്തോളജി, അതായത് അതിൻ്റെ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലെങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, അതിലെന്തെങ്കിലും ആ വേരിയൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ജയ് വിഗ്യാൻ മിഷൻ്റെ അണ്ടറിലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എപ്പിഡോമിയോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കാം. അതായത് ഏജന്റ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ഏത് ഏജന്റ് ആണ് ആ ഇൻഫെക്ഷൻ, ആദ്യം ഒരു ഇൻഫെക്ഷന് കാരണമായിട്ടുള്ളത് സ്ട്രെപ്റ്റോകോക്കയാണ്. അതിൽ തന്നെ ഗ്രൂപ്പ് A ആണ് കേട്ടോ. സ്ട്രെപ്റ്റോകോക്കയിൽ തന്നെ സോർ ത്രോട്ട് കോസ് ചെയ്യും ഈ സ്ട്രെപ്റ്റോകോക്കസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഹാർട്ട് ഡിസീസ് വരുന്നത്. അപ്പോൾ ആ സ്ട്രെപ്റ്റോകോക്ക എന്ന് പറയുന്നത് ഗ്രൂപ്പ് Aയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവരാണ് ഈ ഒരു ഫീവറിന് അല്ലെങ്കിൽ ആ ഒരു ത്രോട്ട് ഇൻഫെക്ഷന് കാരണമായിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഗ്രൂപ്പ് Aയിലെ എല്ലാ സ്ട്രെയിൻസും ഈ ഇൻഫെക്ഷൻ കോസ് ചെയ്യാറില്ല, ചിലത് മാത്രമാണ് ഈ ഒരു ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അതിൽ
തന്നെ M type 5 അതായത് അവരുടെ പ്രോട്ടീനാണ് കേട്ടോ, അവരുടെ സർഫസിലുള്ള ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനുള്ള സ്ട്രെപ്റ്റോകോക്കയാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഫെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റൊമാറ്റിക് ഫീവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദ സിറോടൈപ്പ് ഏതാണ്, M type 5 ആണ് വരുന്നത്. അതേപോലെ എല്ലാ സ്ട്രെപ്റ്റോകോക്കൈ സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനകത്തുള്ള എല്ലാ സ്ട്രെപ്റ്റോകോക്കൈസ് ഗ്രൂപ്പ് എയിലുള്ള എല്ലാ ആൾക്കാരും എന്താണ്, പെൻസിലിനുമായിട്ട് സെൻസിറ്റീവാണ്. പെൻസിലിൻ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് മിക്ക ഗ്രൂപ്പ് ഓഫ് സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്നത്. ബട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, അതായത് ഇവർക്ക് ക്രോസ് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് വാക്സിൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എന്ന് പറയുന്ന കാര്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഈ പെൻസിലിൻ പോലത്തെയുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് അവരെ ട്രീറ്റ് ചെയ്യാമെങ്കിലും ഇതിനൊരു ക്യൂർ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, കംപ്ലീറ്റ്ലി അതങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്യണം. ആ വാക്സിൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ സ്റ്റീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇതിൽ. ബട്ട് നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ഈ പെൻസിലിൻ പോലത്തെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാം. പക്ഷേ ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു വാക്സിൻ നോക്കുകയാണെങ്കിൽ അത് വലിയ എഫക്റ്റീവായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ആൻഡ് റീസെൻ്റ്ലി ദ വൈറസ് കോൾഡ് കൊസാക്സി B4 എന്ന് പറയുന്നതും ഒരു കോസേറ്റീവ് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അതുള്ളത്. അപ്പം സ്ട്രെപ്റ്റോകോക്കസിൻ്റെ കൂടെ തന്നെ എന്താണ് ഒരു വൈറസ് ഏതാണ്, കൊസാക്സി B4 ആണ് ഈ ഒരു കണ്ടീഷന് കോസേറ്റീവ് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കാരിയേഴ്സ് ആണ്. കാരിയേഴ്സ് എന്ന് പറയുമ്പം അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വന്നു, അത് നമ്മൾ മെഡിസിനൊക്കെ കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പം അതങ്ങ് മാറും. അതാണ് അടുത്ത ഒരെണ്ണം, അതിനെയാണ് കോവാലൻസ് എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസിയൻറ്റ്, കുറച്ച് നാളത്തേക്കിന് ആ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മൈക്രോബ് നമ്മുടെ ബോഡിയിൽ കാണും, ആ ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ കാണും. പിന്നെ ക്രോണിക് കാരിയേഴ്സ് ഉണ്ട്, അതിങ്ങനെ ത്രൂ ഔട്ട് കാണുന്നതിനെയാണ് ക്രോണിക് കാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ കാരിയേഴ്സ് ഓഫ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ആർ ഫ്രീക്വൻറ്റ്. അത് കോൺവാലൻസെൻ്റ് ഉണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വരിക, പിന്നെ അതങ്ങ് കംപ്ലീറ്റ്ലി പോകുന്നത്. ട്രാൻസിയൻ്റ് ഉണ്ട്, കുറച്ച് പീരീഡ് ഓഫ് ടൈമിലേക്ക് കാണും. പിന്നെ ക്രോണിക് കാരിയേഴ്സ് ഉണ്ട്, അതിങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന കാരിയേഴ്സും ഉണ്ട്. ഓക്കെ, ഇനി ഹോസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഹോസ്റ്റിൻ്റെ ഏജ് ആണ് അടുത്ത. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്, 5 to 15 ഇയേഴ്സ് വരുന്ന കുട്ടികളിലാണ് എന്ത് കാണുക, അല്ലെങ്കിൽ ആ അഡോളസൻ പീരീഡ്, ചൈൽഡ്ഹുഡ് മുതൽ ആ അഡോളസൻ പീരീഡ് വഴിയാണ് ഈ ഒരു ഇൻഫെക്ഷൻ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഓക്കെ, സോ RF is typically a disease of childhood and adolescent. അതായത് 5 to 15 ഇയേഴ്സിൻ്റെ ഇടയിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നുണ്ട്. അഡൾട്ടിൽ കാണുന്നുണ്ട്, ബട്ട് അത് 20% കേസസ് മാത്രമാണ് അഡൾട്ടിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനെ നമ്മൾ ജുവനൈൽ മിട്രൽ സ്റ്റെനോസിസ് എന്ന് വിളിക്കും. ഓക്കെ, അതായത് ജുവനൈൽ കുട്ടികളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അവിടെ എന്താണ് മിട്രൽ സ്റ്റെനോസിസ് എന്ന് പറയുന്നത്, നമ്മൾ ആ മിട്രൽ വാൽവ് എന്താണ് കുറച്ച് അടഞ്ഞടഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും, അതായത് അവിടെ ഇങ്ങനെ ബ്ലോക്ക് പോലെ ഇരിക്കും, അതിൻ്റെ കറക്റ്റ് ഓപ്പണിംഗ് ആയിരിക്കില്ല, നോർമലായിട്ട് ഇരിക്കില്ല. അതിനെയാണ് ജുവനൈൽ മിട്രൽ സ്റ്റെനോസിസ് എന്ന് പറയുന്നത്. ബിക്കോസ് അത് കുട്ടികളിലാണ് അത് കൂടുതലും കാണുന്നത്. ഓക്കെ, അപ്പം ഇനിഷ്യൽ അറ്റാക്ക് കുട്ടികളിൽ യങ് ഏജിൽ നടക്കും, പിന്നെ അത് കുറേ നാൾ ആവുമ്പോഴത്തേക്കിന് എന്ത് പറ്റും, അവരുടെ വാൽസിലൊക്കെ ലീഷൻസ് ഫാസ്റ്ററായിട്ട് ഉണ്ടാവുകയും ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ്സ് ടു പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷനിലേക്ക് എത്താനും പറ്റും. ഓക്കെ, അപ്പം യങ് ഏജിൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പിന്നീട് അത് ആ ഇൻഫെക്ഷൻ്റെ ബാക്കിയായിട്ട് നമുക്ക് എന്ത് പറ്റും, ഇങ്ങനത്തെ വാൽവുലാർ ലീഷൻസും ഹൈപ്പർ ടെൻഷൻസും ഒക്കെ ഇങ്ങനെ കോസ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ ഹാർട്ട് ഡിസീസസും കോസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ കേസ് ഓഫ് ജുവനൈൽ ഡിസീസ് ഇൻ ഇന്ത്യ ഇസ് നോട്ട് നോൺ. അതിൻ്റെ കോസസ് എന്തുകൊണ്ടാണത് ജുവനൈൽ ഡിസീസ് എന്തുകൊണ്ടാണ്, ഇപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ഈ ഹാർട്ട് ഡിസീസ് എന്താണ് വരുന്നതെന്നുള്ള കാരണം ഇതുവരെ അറിയില്ല കേട്ടോ. ഇനി സെക്സ് ആണ്. സെക്സിൽ 2 സെക്സ്, അതായത് മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും ഈ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. ബട്ട് അതിൽ ഫീമെയിൽസിനാണ് കുറച്ചുകൂടെ വേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് വേഴ്സ് ഫോർ ഫീമെയിൽസ് ദാൻ ഫോർ മെയിൽസ്. ഇനി ഇമ്മ്യൂണിറ്റി ആണ്. ഇമ്മ്യൂണോളജി നമ്മൾ ബേസിസ് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രിവലൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടോക്സിക് ഇമ്മ്യൂണോളജിക്കൽ ഹൈപ്പോത്തസിസ് ആണ്. അതായത് RF, അതായത് റൊമാറ്റിക് ഫീവർ ആൻഡ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണോളജിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടോക്സിക് ഇമ്മ്യൂണോളജിക്കൽ ഹൈപ്പോത്തസിസ് ആണ്. ഇതാണ് ടോക്സിക് ഇമ്മ്യൂണോളജിക്കൽ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഈ ഒരു തിയറി അനുസരിച്ച് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്ക ഇല്ലേ, അവർ ഒരു സർട്ടൻ ടൈപ്പ് ഓഫ് ടോക്സിക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ,
ആൻഡ് ഗ്രൂപ്പ് ആ സ്ട്രെപ്റ്റോകോക്കസ് ഇല്ലേ, സ്ട്രെപ്റ്റോകോക്കസിനും ഹോസ്റ്റ് ടിഷ്യൂവിനും ആയിട്ട്, അതായത് അതിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആയിരിക്കുമല്ലോ, അതായത് ആൻറ്റിജൻ ആയിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ബോഡിയിൽ ആ ആൻറ്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ആൻറ്റിബോഡി ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻറ്റിബോഡീസ് ഉണ്ടാവുന്നെങ്കിലും ഇത് നമ്മളിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് അതിനെ ക്യൂർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ റുമാറ്റിക് ഫീവർ പിന്നീട് വരുന്നത്. So according to this theory, group A streptococcal products have certain toxin product and component of streptococcus and of host tissue have an antigen cross relationship leading to immunological process that result in an attack of rheumatic fever. ഇനി സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്, ഏത് ആൾക്കാരിലാണ് ഇത് അല്ലെങ്കിൽ ഏത് ഒരു സോഷ്യൽ നേച്ചറിലാണ് ഇത് കൂടുതൽ കാണുന്നതെന്ന് നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ പോവേർട്ടി ഉള്ള ആൾക്കാരിലോ അല്ലെങ്കിൽ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ പുവർ ഹൗസിംഗ് കണ്ടീഷൻസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കൂടുതൽ ഇല്ലാത്ത ഒരാൾക്കാരുടെ ഇടയിലോട്ടായിരിക്കും ഈ ഒരു കണ്ടീഷൻ കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പറയാം ലോ ആയിട്ടുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതൽ കാണുക. അതായത് ഹൈജീനിക് അല്ലാത്ത ഏരിയയിൽ താമസിക്കുന്നവർ, അതേപോലെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കുന്നവരിലൊക്കെയാണ് കൂടുതലും ഈ ഒരു കണ്ടീഷൻ ഇൻഫെക്ഷൻ വരികയും അതുവഴി റൊമാറ്റിക് ഫീവറിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനും പറ്റും. അതുവഴി ഉണ്ടാകുന്ന ഇങ്ങനത്തെ കണ്ടീഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസീസ് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഹൈ റിസ്ക് ഗ്രൂപ്പ്സ് നോക്കുകയാണെങ്കിൽ സ്കൂൾ ഏജ് ചിൽഡ്രൻ ബിറ്റ്വീൻ 5 to 15 ഇയേഴ്സ് ഉള്ള ആൾക്കാരിലാണ് കൂടുതലും ഇത് കാണുന്നത്. സ്ലം ഡ്വെല്ലേഴ്സ്, അതായത് സ്ലം ഏരിയസിൽ സർവൈവ് ചെയ്യുന്നവർ, പിന്നെ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബാരക്സിലൊക്കെ പോലെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ താമസിക്കുന്നവരിലൊക്കെ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇതിന് റിസ്ക് ഫാക്ടറാണ് അല്ലെങ്കിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. അതായത് ഇങ്ങനെ ഒരു റുമാറ്റിക് ഫീവർ അല്ലെങ്കിൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുമ്പോൾ കാണിക്കുന്ന ക്ലിനിക്കൽ കണ്ടീഷൻസ്. ഒന്ന് ഫീവറാണ്. അത് ആദ്യം ആ ഡിസീസ് ആ ഇൽനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ആ ഒരു ഫീവർ വരുന്നത്. ഓക്കെ, അക്യൂട്ട് ഇൽനസ് ആൻഡ് മേ ബി അക്കംപ്ലൈഡ് ബൈ എ പ്രൊഫ്യൂസ് സ്വെറ്റിങ്ങും ഉണ്ടാവും. ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ അബൌട്ട് 12 weeks. 12 weeks അല്ലെങ്കിൽ അതിലും ലോങ്ങർ ആയിട്ട് ഇത് ലാസ്റ്റ് ചെയ്യാറുണ്ട് ഫീവർ എന്നുള്ളത്. നെക്സ്റ്റ് പോളി ആർത്രൈറ്റിസ് ആണ്. പോളി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടിപ്പിൾ ജോയിൻസിലും എന്ത് വരും, പെയിൻ ഇൻഫ്ലമേഷൻസ് വരുന്നതിനാണ് പോളി ആർത്രൈറ്റിസ് എന്ന് പറയാം. അത് 90% കേസസിലും ഈ പോളി ആർത്രൈറ്റിസ് കാണിക്കാറുണ്ട്. അപ്പം ഈ ഒരു കണ്ടീഷനുള്ള 90% ആൾക്കാരിലും എന്തുണ്ട്, പോളി ആർത്രൈറ്റിസ് കാണും. ലാർജ് ജോയിൻസ് ലൈക്ക് ആങ്കിൾ, നീ, എൽബോ, വ്രിസ്റ്റ് ഇവിടെയൊക്കെ എന്തുണ്ടാവും, ഈ ഇൻഫ്ലമേഷൻസ് പെയിൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതാണ് പോളി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. സ്മോൾ ജോയിൻസിലൊന്നും അധികം ഇങ്ങനെ കാണിക്കാറില്ല. Okay, the pain and swelling come on quickly and are subside spontaneously within 5 to 7 days. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റെസിഡ്യുവൽ ഡാമേജ് ഒന്നും ഈ ജോയിനിൽ ഉണ്ടാവില്ല. ആ ഒരു പെയിൻ ആ ഒരു 5 to 7 ഡേയ്സിനുള്ളിൽ വരികയും അത് കഴിഞ്ഞ് അത് പോവുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് കാർഡിറ്റിസ്. കാർഡിറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് ആണ്. ഓക്കെ, ഇൻഫ്ലമേഷൻസിനെയാണ് കാർഡിറ്റിസ് എന്ന് പറയുന്നത്. സോ ഒക്കേഴ്സ് ഇൻ 60 to 70% ഓഫ് ദ കേസസ്. 60 to 70% ഓഫ് ദ കേസസിലും കാർഡിറ്റിസ് കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ആ റുമാറ്റിക് ഫീവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏർലി ആയിട്ട് തന്നെ കാർഡിറ്റിസ് കാണിക്കും. അതായത് എല്ലാ ലെയേഴ്സ് ഓഫ് ഹാർട്ട്, പെരികാർഡിയം ആയാലും മയോകാർഡിയം ആയാലും എല്ലാ, അതേപോലെ വാൽവിലും ഒക്കെ എന്ത് വരും, ഈ ഒരു ഇൻഫ്ലമേഷൻസ് വരാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലമേഷൻസ് കാണിക്കാറുണ്ട് എല്ലാത്തിനകത്ത്, എല്ലാ ലെയേഴ്സ് ഓഫ് ഹാർട്ടും. അതിനെയാണ് കാർഡിറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ടക്കികാർഡിയ, അതായത് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഭയങ്കര റാപ്പിഡായിട്ട് വരും. കാർഡിയാക് മർമേഴ്സ്, അതായത് നമ്മൾ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നോയ്സ് സൗണ്ട്സ് വരാറുണ്ട്. കാർഡിയാക് എൻലാർജ്മെൻറ്റ്, ഹാർട്ട് മസിൽസിൻ്റെ എൻലാർജ്മെൻറ്റ് വരും. പെരികാർഡിയാറ്റിസിസ്, അതായത് പെരികാർഡിയത്തിൽ ഇൻഫ്ലമേഷൻസ് വരും. അതേപോലെ ഹാർട്ട് ഫെയിലിയറും കോസ് ചെയ്യും. അപ്പോൾ ഈ കാർഡിറ്റിസ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ കൊണ്ട് നമ്മളെ ഹാർട്ടിനുണ്ടാകുന്ന കണ്ടീഷൻസാണ് ഇതെല്ലാം. ടക്കികാർഡിയ, കാർഡിയ മർമർ, കാർഡിയാക് എൻലാർജ്മെൻറ്റ്, പെരികാർഡിറ്റിസ്, അതുപോലെ ഹാർട്ട് ഫെയിലിയർ ഒക്കെ വരും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ECG എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ്
എ ഇല്ലേ, അത് ബ്ലോക്ക് ആയിട്ടിരിക്കും, അതായത് അവിടെ റീഡിങ് കാണിക്കില്ല. സോ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഈ കാർഡിറ്റിസ് ഉള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാവും. സോ ദ മോസ്റ്റ് കോമൺ ECG ഫൈൻഡിങ് ഇസ് ദ ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോഡ്യൂൾസ്. നമ്മൾ സ്കിന്നിൻ്റെ താഴെയായിട്ട് ബെനീത്തായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു നോഡ്യൂൾസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതൊരു 4 weeks ഒക്കെ ആകുമ്പോഴാണ് ഈ നോഡ്യൂൾസിൻ്റെ, അതായത് ഒരു ബൾജിങ് പോലെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് സ്മോൾ ആയിരിക്കും, പെയിൻലെസ് ആയിരിക്കും, ടെൻഡേർഡ് ആയിരിക്കില്ല, നോൺ ടെൻഡേർഡും ആയിരിക്കും. അപ്പോൾ അത് ഓരോ വേരിയബിൾ പീരീഡ് ഓഫ് ടൈമിലേക്ക് അത് ലാസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെന്താകും, കംപ്ലീറ്റ്ലി മാറും. പ്ലസ് അതിൻ്റെ ഒരു റെസിഡ്യൂൽ ഡാമേജ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അത് വന്നു എന്നും പറഞ്ഞ് വേറെ ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് അതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് തന്നെ അങ്ങ് പോകും. അതാണ് നോഡ്യൂൾസ്. അടുത്തൊരു സൈനാണ് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബ്രെയിൻ ഇൻവോൾവ്മെൻ്റ് ആണ്. ബ്രെയിനിൽ ഇത് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ കാരണം നമ്മൾ ബ്രെയിനിൽ, അതായത് നമ്മുടെ ന്യൂറോളജിക്കൽ കൺട്രോളിൽ കുറച്ച് ചേഞ്ചസ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവോളണ്ടറി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജെർക്കി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, കൈയുടെയും കാലിൻ്റെയും ഒക്കെ ജെർക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ബോഡിയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇതും ഗ്രാജുവലി ഡിസപ്പിയർ ചെയ്യും. പിന്നെ സ്കിന്നിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ സ്കിന്നിന് ബിനീത്തായിട്ട് നമുക്ക് ലീഷൻസ് വരുമെന്ന് പറഞ്ഞു അല്ലേ, നോഡ്യൂൾസ് വരുമെന്ന് പറഞ്ഞു. അതുപോലെ സ്കിന്നിൻ്റെ സർഫസിലും എന്ത് കാണും, റാഷസ് കാണാറുണ്ട്. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും സയൻസ് ആണ്. ഇനി എന്തൊക്കെയാണ് ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്ന് 2022 to 2003 WHO ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയഗ്നോസിസിന് WHO കുറച്ച് ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ റിവൈസ്ഡ് ജോൺസ് ക്രൈറ്റീരിയ ആണ്. അത് നമ്മൾ ടേബിളിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ടും പ്രൈമറി എപ്പിസോഡ്, അത് ഓരോ ഡിവിഷനായിട്ട് കൊടുത്തിട്ടുണ്ട്, ഓരോ ഡയഗ്നോസിസ് ഓരോ സ്റ്റേജസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രൈമറി എപ്പിസോഡ് ഓഫ് RF, പിന്നെ റിക്കറൻറ്റ് അറ്റാക്ക് ഓഫ് RF ഇൻ പേഷ്യൻറ്റ് വിത്തൗട്ട് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, പിന്നെ റിക്കറൻറ്റ് അറ്റാക്ക് ഓഫ് റുമാറ്റിക് ഫീവർ ഇൻ പേഷ്യൻറ്റ് വിത്ത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, പിന്നെ റുമാറ്റിക് കോറിയ ഉണ്ട്, പിന്നെ ഇൻസീഡിയസ് ഓൺസെറ്റ് റുമാറ്റിക് കാർഡിറ്റിസ് കാണിക്കുന്നുണ്ട്, ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് കാണിക്കുന്നവർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയഗ്നോസിസിന് ഓരോ സിംറ്റംസ് കാണിക്കും. ഈ സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ അത് ഈ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഏർലി സ്റ്റേജസ് ആണെങ്കിലാണ് ഈ സിംറ്റം. റിക്കറൻ്റ് ആയിട്ട് വരികയാണ്, ബട്ട് അവിടെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഇല്ല എന്നുള്ളതിന് കുറച്ച് സിംറ്റംസ് ഉണ്ട്. റിക്കറൻ്റ് ആയിട്ട് വരും, ബട്ട് അവിടെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ട് എന്നുള്ളതിനുള്ള സിംറ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡയഗ്നോസിസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ടേബിൾ. ഇപ്പോൾ 2002 to 2003 WHO ക്രൈറ്റീരിയ ഫോർ ഡയഗ്നോസിങ് റുമാറ്റിക് ഫീവർ ആൻഡ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അത് റിവൈസ്ഡ് ജോൺസ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്, ആൻഡ് ദ ക്രൈറ്റീരിയ ആണ് ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ മേജർ ആൻഡ് മൈനർ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ പ്രൈമറി എപ്പിസോഡ് ഓഫ് RF ആണ്. റുമാറ്റിക് ഫീവറിൻ്റെ പ്രൈമറി എപ്പിസോഡിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ആണുള്ളത്? ഒന്ന് 2 മേജർ അല്ലെങ്കിൽ 1 മേജർ അല്ലെങ്കിൽ 2 മൈനർ എന്ത് കാണും, മാനിഫെസ്റ്റേഷൻസ് കാണും, പ്ലസ് ദ എവിഡൻസ് ഓഫ് പ്രിസീഡിങ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, ഒന്നെങ്കിൽ 2 മേജർ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ 1 മേജർ മാനിഫെസ്റ്റേഷനും 2 മൈനർ മാനിഫെസ്റ്റേഷനും കാണും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ 2 മേജർ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ കാണും, അല്ലെങ്കിൽ 1 മേജറും 2 മൈനർ മാനിഫെസ്റ്റേഷനും കാണും, പ്ലസ് ദ എവിഡൻസ് ഫോർ ദ ഇൻഫെക്ഷനും കാണും. അതാണ് പ്രൈമറി എപ്പിസോഡ് ഓഫ് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. ഇനി റിക്കറൻറ്റ് അറ്റാക്ക് ഓഫ് റുമാറ്റിക് ഫീവർ ഇൻ എ പേഷ്യൻറ്റ് വിത്തൗട്ട് എസ്റ്റാബ്ലിഷ്ഡ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അവരുടെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 മേജർ മാനിഫെസ്റ്റേഷൻ കാണും, അല്ലെങ്കിൽ 1 മേജറും 2 മൈനർ മാനിഫെസ്റ്റേഷൻ കാണും, പ്ലസ് ഇൻഫെക്ഷൻ്റെ ആ ഒരു എവിഡൻസ് കാണും. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് റിക്കറൻറ്റ് അറ്റാക്ക് ആണ്, ബട്ട് അവിടെ എന്തും കൂടെ ഉണ്ട്, റുമാറ്റിക് ഹാർട്ട് ഡിസീസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ 2 മൈനർ മാനിഫെസ്റ്റേഷൻസ് ആണ് വരിക, പ്ലസ് ദാറ്റ് ഇൻഫെക്ഷൻ്റെ എവിഡൻസ് കാണും. ഇനി റുമാറ്റിക് കോറിയ, ഇൻസീഡിയസ് ഓൺസെറ്റ് റുമാറ്റിക് കാർഡിറ്റിസ്, ഇത് വരുന്ന സമയത്ത് അവിടെ മേജർ മാനിഫെസ്റ്റേഷൻസ് ആണ് കൂടുതലായിട്ട് വരിക, പ്ലസ് എവിഡൻസ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ. ദാറ്റ് ഈസ് നോട്ട് റിക്വയർഡ്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി ക്രോണിക് വാൽവ് ലീഷൻസ് ഓഫ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അതായത് പേഷ്യൻറ്റ് പ്രസൻറ്റിങ് ഫോർ ദ ഫസ്റ്റ് ടൈം വിത്ത് പ്യുവർ മിട്രൽ സ്റ്റെനോസിസ്, അതായത് മിട്രൽ സ്റ്റെനോസിസ് ഫസ്റ്റ് ടൈം വരിക, അല്ലെങ്കിൽ മിക്സ്ഡ് മിട്രൽ വാൽവ് ഡിസീസ് വരുന്ന ഒരാളിൽ അവർക്കുള്ള ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ് ഡു നോട്ട് റിക്വയർ എനി അതർ
ക്രൈറ്റീരിയ ടു ബി ഡയഗ്നോസ്. കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വന്നു കഴിഞ്ഞു, എല്ലാം ഉണ്ടല്ലേ അതിനകത്ത്. താണ്ട് നോക്കി, മിട്രൽ വാൽവിന് കംപ്ലീറ്റ് ആയി. അപ്പോൾ അവിടെ ഇനി നമുക്ക് ഡയഗ്നോസിസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ ഒന്നും ആവശ്യമില്ല. ക്ലിയർ. ഇനി നമുക്ക് ആ മേജർ ആൻഡ് മൈനർ മാനിഫെസ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മേജർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് കാർഡിറ്റിസ് ആണ്, പോളി ആർത്രൈറ്റിസ്, കോറിയ വരുന്നുണ്ട്, പിന്നെ എറിത്രീമിയ മാർഗിനൈറ്റം. അതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്കിന്നിൽ റാഷസ് വരുമെന്ന്, ആ റാഷസ് ആണ് കേട്ടോ, സ്കിൻ റാഷസ് ആണ്. പിന്നെ സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസും ഫോം ചെയ്യും. ഇത് ഇത്രയാണ് മേജർ മാനിഫെസ്റ്റേഷൻസ് വരുന്നത്. ഇനി മൈനർ മാനിഫെസ്റ്റേഷൻസിനകത്ത് ഫീവർ വരും, പോളി ആർത്രalgia വരുന്നുണ്ട്. അതേപോലെ ലബോറട്ടറിയിൽ നമ്മളെങ്ങനെയാണ് ആ ഒരു ലബോറട്ടറിക്കൽ ടെസ്റ്റിൽ, അതായത് ബയോകെമിക്കൽ ടെസ്റ്റ് അനുസരിച്ച് നമ്മുടെ എർത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് ഇല്ലേ, ESR കൂടുതലായിരിക്കും. സോ അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അതേപോലെ ലുക്കീമിയ കൗണ്ടും കൂടുതലായിരിക്കും, അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് മൈനർ മാനിഫെസ്റ്റേഷനിൽ വരുന്നത്. പിന്നെ സപ്പോർട്ടിങ് എവിഡൻസ് എന്ന് പറയുന്നില്ലേ, അത് സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ, അത് ഇതൊക്കെയാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം നമ്മൾ ചെയ്യാറുണ്ട്. പ്ലോൺ PR ഇൻ്റർവെൽസ് വരികയാണെങ്കിൽ അതാണ്. പിന്നെ എലിവേറ്റഡ് അല്ലെങ്കിൽ റൈസിങ് ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O അല്ലെങ്കിൽ അതർ സ്ട്രെപ്റ്റോകോക്കൽ ആൻറ്റിബോഡീസ്, നമ്മുടെ ബോഡിയിൽ ഈ സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൻറ്റിബോഡിയുടെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അതും എന്താണ്, ഇൻഫെക്ഷന് സപ്പോർട്ടായിട്ടുള്ളൊരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ്. പിന്നെ പോസിറ്റീവ് ത്രോട്ട് കൾച്ചർ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലഡിൻ്റെ കൾച്ചറിൽ വെക്കുന്ന സമയത്ത്, അതായത് ബ്ലഡിൻ്റെ ആ അഗാറിൽ വെക്കുന്ന സമയത്ത് അവിടെ ഹിമോലൈസിസ് നടന്ന് വരികയാണെങ്കിൽ, ആ ബാക്ടീരിയ വരികയാണെങ്കിൽ അതാണ് പോസിറ്റീവ് ത്രോട്ട് കൾച്ചർ എന്ന് പറയുന്നത്. ത്രോട്ടിൽ നിന്ന് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് ഫോർ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൈ ഓർ റീസെൻറ്റ് സ്കാർലറ്റ് ഫീവർ. ഇപ്പോൾ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തിട്ടും അത് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുവാണെങ്കിൽ അതാണ് സപ്പോർട്ടിങ് എവിഡൻസ് ഫോർ ദ ഇൻഫെക്ഷൻ. അപ്പോൾ സപ്പോർട്ടിങ് എവിഡൻസ് ഫോർ ദ ഇൻഫെക്ഷൻ ആണ് ഇത് ഇത്രയും, മൈനർ മാനിഫെസ്റ്റേഷൻസ് ആണ് ഇത് ഇത്രയും, മേജർ മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത്രയും. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്, അത് ഏത് സ്റ്റേജിലെത്തി എന്നുള്ളത്. ക്ലിയർ. ഇനി നമുക്ക് എങ്ങനെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ 2 പ്രിവെൻറ്റിങ് അപ്രോച്ചസ് ആണുള്ളത്, പ്രൈമറിയും സെക്കൻഡറിയും. അതിൽ പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഫസ്റ്റ് അറ്റാക്ക് വരുന്ന സമയത്ത് തന്നെ അതിനെ എങ്ങനെയെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ക്യൂർ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ ദ എയിം ഓഫ് പ്രൈമറി പ്രിവെൻഷൻ ഈസ് ടു പ്രിവെൻറ്റ് ദ ഫസ്റ്റ് അറ്റാക്ക് ഓഫ് rheumatic fever by identifying all patients with streptococcal throat infection and treating them with penicillin. Penicillin എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതാണ് ഈ പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇൻഫെക്ഷൻസ് ഉള്ള, അതായത് സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാരെ മാക്സിമം കണ്ടുപിടിച്ച് അവർക്കെല്ലാം എന്ത് കൊടുക്കുക, മെഡിസിൻ കൊടുക്കുക, ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി പ്രിവെൻഷനകത്ത് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം മിക്കതും നമ്മളുടെ ഇപ്പം നോക്കുന്ന സമയത്ത് മിക്കതും അൺട്രീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അൺഅറ്റൻഡഡ് ആയിട്ടോ ഒക്കെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കുറേ നാൾ കിടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക, പിന്നീട് അവർക്ക് ഈ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ റൊമാറ്റിക് ഫീവറിലോട്ടൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇങ്ങനെ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്ന കഴിയുകയാണെങ്കിൽ, സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനുള്ള മെഡിസിൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം. ഓക്കെ, അപ്പം ഈ ഹൈ റിസ്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മൾ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളിൽ നമ്മൾ ഈ ഒരു ടെസ്റ്റൊക്കെ ഇടയ്ക്ക് നടത്തി, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അത് ടെസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി ഐഡിയലി എ സോർ ത്രോട്ട് ഷുഡ് ബി സ്വാബ്ഡ് ആൻഡ് കൾച്ചേർഡ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോർഡ് ത്രോട്ട് ആണെങ്കിൽ അത് സ്വാബ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കൾച്ചർ ചെയ്യും. കൾച്ചർ ചെയ്യുന്നത് എവിടെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ അത് ഓർക്കണം കേട്ടോ, ബ്ലഡ് അഗാറിലാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. കാരണം ഹിമോലിറ്റിക് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ കുട്ടികളിൽ ആ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, പെൻസിലിൻ വെച്ചിട്ട് അവർക്ക് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ ത്രോട്ട് നമ്മൾ സ്വാബ് എടുക്കുക എന്നുള്ളത് വളരെ ഇച്ചിരി പാടായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ത്രോട്ടിൽ നിന്ന് സ്വാബ് കൾച്ചർ എടുക്കുന്നത് എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യം അല്ല. ഫോർ ദിസ് പർപ്പസ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്തൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ബെൻസൈൽ പെൻസിലിൻ ഫോർ അഡൾട്ടിന് അതാണ് കൊടുക്കുക. വെറാസ് ഇൻ ദ കേസ് ഓഫ് ചിൽഡ്രന് കൊടുക്കുന്നത് പെൻസിലിൻ V അല്ലെങ്കിൽ പെൻസിലിൻ G ആയിരിക്കും എടുക്കുന്നത്. ഫോർ 10 days കൊടുക്കണം. ഓക്കെ, അപ്പം അഡൾട്ടിന് 1.2 million യൂണിറ്റ്സ് ആണ് കൊടുക്കുന്നത്, കുട്ടികളിൽ 6 lakh യൂണിറ്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ.
അത് ഓറൽ പെൻസിലിൻ ആയിരിക്കും കൊടുക്കുക കുട്ടികളിൽ. അത് 10 days കണ്ടിന്യൂസ് കൊടുക്കണം. അപ്പോഴായിരിക്കും ഇതിന് ക്യൂർ വരുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് റിക്കറൻസസ് ഓഫ് റൊമാറ്റിക് ഫീവർ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ മോസ്റ്റ് പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്, എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസിൽ. അപ്പോൾ ഇത് നമ്മൾ എന്താണ്, റൊമാറ്റിക് ഫീവർ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഐഡൻറ്റിഫൈ ചെയ്യാണ്, അല്ലെങ്കിൽ അതുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് എന്ത് കൊടുക്കുക, ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബെൻസാൻറ്റിൻ, ബെൻസൈൽ, പെൻസിലിൻ വെച്ചിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുക. അതൊരു 3 weeks ഇൻ്റർവെല്ലിൽ ഈ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ ആണ് കേട്ടോ കൊടുക്കുന്നത്. ആൻഡ് ഇതൊരു കണ്ടിന്യൂസ് ഒരു 5 years എങ്കിലും, അറ്റ്ലീസ്റ്റ് 5 years എങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ 5 years കണ്ടിന്യൂസ് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടി 18 വയസ്സ് എത്തുന്നത് വരെയെങ്കിലും ഈ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം പ്രൈമറിയിൽ നമ്മൾ ഇൻഫെക്ഷൻ വരുന്നതിന് ട്രീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സെക്കൻഡറിയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്കിപ്പം റൊമാറ്റിക് ഫീവർ ആണെങ്കിൽ നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ്. അതും നമ്മൾ എത്ര നാളിൽ കൊടുക്കണം, 5 years കൊടുക്കണം, അറ്റ്ലീസ്റ്റ് 5 year, അല്ലെങ്കിൽ കുട്ടി 18 വയസ്സ് എത്തുന്നത് വരെങ്കിലും കൊടുക്കുക. ഓക്കെ, അതാണ് പ്രിവെൻഷനിൽ വരിക. സോ ഇനി പേഷ്യൻ്റ് വിത്ത് കാർഡിറ്റിസ് ഉള്ളവർക്കാണെങ്കിൽ നമ്മളൊരു 10 years ഒക്കെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം ആഫ്റ്റർ ദ ലാസ്റ്റ് അറ്റാക്ക്, ഓർ അറ്റ്ലീസ്റ്റ് അണ്ടിൽ 25 years ഓഫ് ഏജ്. അപ്പം 10 years കണ്ടിന്യൂസ് കൊടുക്കുക, അല്ലെങ്കിൽ 25 വയസ്സ് എത്തുന്നത് വരെ ഒക്കെ കൊടുക്കുക. ഇനി നോൺ മെഡിക്കൽ മെഷേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർ ദ പ്രിവെൻഷൻ അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് റൊമാറ്റിക് ഫീവർ. ഒന്ന്, നമ്മളെ ലിവിങ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മളെ ലിവിങ് കണ്ടീഷൻ, നമ്മൾ ലിവ് ചെയ്യുന്ന സറൗണ്ടിങ്സ് ഒക്കെ ക്ലീനും നീറ്റും ആക്കിയിരിക്കുക. നമ്മുടെ ലിവിങ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ടിത് പ്രിവെൻഷൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ പെൻസിലിൻ കൊടുക്കുന്നത് എന്താണ്, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഫെക്ഷൻ വരാതെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പ്രിവെൻറ്റ് ചെയ്യാൻ നല്ല ഒരു ഇംപ്രൂവിങ് ലിവിങ് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നോൺ മെഡിക്കലിൽ വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ പ്രോഗ്രാമിൽ നമ്മൾ സ്കൂൾ ചിൽഡ്രനിലാണ് മെയിനായിട്ടും ഇത് നടത്തുന്നത്. ഇത് പീരിയോഡിക് സർവേ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. അതായത് സാമ്പിൾസ് എടുത്തിട്ട് ഒരു പീരിയോഡിക് സർവേ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. അപ്പോൾ ഈ സർവേയിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 to 14 years അല്ലെങ്കിൽ നമ്മൾ 5 to 15 years ഉള്ള കുട്ടികളിലാണ് ഇത് ചെയ്യേണ്ടത്. അത് ഒരു 5 years ഇൻ്റർവെല്ലിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് സർവേ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ഓൺ എ സാമ്പിൾ ഓഫ് സ്കൂൾ, നോട്ട് ഇൻഡിവിജ്വൽ അല്ല, സ്കൂളിൽ ചുറ്റും ഒരു സ്കൂളിൽ നിന്നുള്ള കുട്ടികളിൽ എടുക്കുക. ഇൻ ദ 6 to 14 years ഏജ് ഗ്രൂപ്പ്. അത് തന്നെ ഒരു 5 years ഇൻ്റർവെല്ലിൽ ഈ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതൊന്നും ആ ഒരു സർവേ നമ്മളിങ്ങനെ ക്യാരി ഔട്ട് ചെയ്യണം, ആ ഒരു ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യണം. ഓക്കെ, അതാണ് ഇവാലുവേഷനിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ റൊമാറ്റിക് ഫീവറിൽ വരിക. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ആദ്യം ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അതിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ് എന്ത്, റൊമാറ്റിക് ഫീവർ അല്ലെങ്കിൽ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിവെൻഷൻ എങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി അതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് ദ പ്രൈമറി കോസ് ഓഫ് റൊമാറ്റിക് ഫീവർ? റൊമാറ്റിക് ഫീവറിൻ്റെ പ്രൈമറി കോസ് ഇതിലേതാണ്, കോസേറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ കോസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിൻ്റെ പ്രൈമറി കോസ് എന്ന് പറയുന്നത്? വൈറൽ ഇൻഫെക്ഷൻ, ഗ്രൂപ്പ് എ ബീറ്റ ഹെമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ന്യൂമോണിയ, ഫംഗൽ ഇൻഫെക്ഷൻ. ഏതാണ്? ഇറ്റ് ഇസ് ഗ്രൂപ്പ് എ ബീറ്റ ഹെമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ ഇൻഫെക്ഷൻ ആണ്. അതാണ് പ്രൈമറി കോസ് ഓഫ് റൊമാറ്റിക് ഫീവർ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഏജ് ഗ്രൂപ്പ് ഈസ് മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് ബൈ റൊമാറ്റിക് ഫീവർ? ഏത് ഗ്രൂപ്പ് ആൾക്കാരിലാണ് ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്? 0 to 5, 0 to 5, 5 to 15, 20 to 30, 40 to 50. ഏതാണ്? 5 to 15 ഇയേഴ്സിലുള്ള കുട്ടികളിലും അഡോളസെൻറ്റ് ആൾക്കാരിലും ഇടയിലാണ് ഇത് കൂടുതൽ കാണുക. 5 to 15 years. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ കോൺസിക്വൻസ് ഓഫ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്? ഇതിൽ ഏതല്ല ഒരു കോമൺ കോൺസിക്വൻസ് അല്ലാത്തത് ഇതേതാണ്? കണ്ടിന്യൂസ് ഹാർട്ട് ഡാമേജ്, ഇൻക്രീസിങ് ഡിസേബിലിറ്റി, ഇംപ്രൂവ്ഡ് കാർഡിയാക് ഫംഗ്ഷൻ, പ്രീമച്ചുവർ ഡെത്ത്. അപ്പോൾ ഇതിൽ ഹാർട്ട് ഡാമേജ് കണ്ടിന്യൂഡ് ആയി ചെയ്യുന്നുണ്ട്, ഡിസേബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രീമച്ചുവർ ഡെത്ത് ഉണ്ടാവുന്നുണ്ട്. വെറസ് ഇംപ്രൂവ്ഡ് ഹാർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ല, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is a major factor associated with the severity of valve disease and rheumatic heart disease?
റുമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ സിവിയറിറ്റിക്ക് കാരണമായിട്ടുള്ള ഒരു മേജർ ഫാക്ടർ ഇതാണ്. നമ്പർ ഓഫ് പ്രീവിയസ് അറ്റാക്സ് ഓഫ് റുമാറ്റിക് ഫീവർ, ഹൈറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ, ജനറ്റിക് ഫാക്ടർ, ഡയറ്റ് ആൻഡ് എക്സസൈസ് ഇസ് ദ നമ്പർ ഓഫ് പ്രീവിയസ് അറ്റാക്ക് ബേസ് ചെയ്തിട്ടാണ് ആ മിട്രൽ വാൽവിനുണ്ടാവുന്ന കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ സ്റ്റെനോസിസ് കാരണമാവുന്നത്, അതിൻ്റെ സിവിയറിറ്റി കാരണമാവുന്നത്. Which project is focused on the community control of RF and RHD in India? ഏതാണിത്? സ്വച്ഛ് ഭാരത് അഭിയാൻ, ജൈവ് വിഗ്യാൻ മിഷൻ മോഡ് പ്രോജക്റ്റ്, ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ്, നാഷണൽ ഹെൽത്ത് മിഷൻ. ഇതാണ് ജൈവ് വിഗ്യാൻ മിഷൻ മോഡ് പ്രോജക്റ്റ് ആണ് കേട്ടോ, RF ആൻഡ് RHDയുടെ ആ ഒരു കൺട്രോളിനുള്ള ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രൂപ്പ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ഈസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് റുമാറ്റിക് ഫീവർ? റുമാറ്റിക് ഫീവറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലേതാണ്? ഗ്രൂപ്പ് ബി, എ, സി, ഡി. ഗ്രൂപ്പ് എ ആണ് വരുന്നത്, ഹിമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ ആണ് വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ മോസ്റ്റ് പ്രിവലന്റ് കൺസെപ്റ്റ് റിഗാർഡിംഗ് ദ ഇമ്മ്യൂണോളജിക്കൽ ബേസിസ് ഓഫ് RF ആൻഡ് RHD? കൺസെപ്റ്റ് റിഗാർഡിംഗ് ദ ഇമ്മ്യൂണോളജിക്കൽ ബേസിസ് ഏതാണ്? ജനറ്റിക് ഹൈപ്പോത്തസിസ്, ടോക്സിക് ഇമ്മ്യൂണോളജിക്കൽ ഹൈപ്പോത്തസിസ്, വൈറൽ ഹൈപ്പോത്തസിസ്, എൻവയറമെന്റൽ ഹൈപ്പോത്തസിസ്. ഏതാണ് വരിക? ടോക്സിക് ഇമ്മ്യൂണോളജിക്കൽ ഹൈപ്പോത്തസിസ് ആണ് റുമാറ്റിക് ഫീവർ ആൻഡ് റുമാറ്റിക് ഹാർട്ട് ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ സ്പ്രെഡ് ഓഫ് RF? RFന് കാരണം അല്ലാത്തത് ഏതാണ്? പുവർ ഹൗസിംഗ് കണ്ടീഷൻ, ഹൈ സോഷ്യോ എക്കോണമിക് സ്റ്റാറ്റസ്, ഓവർ ക്രൗഡിംഗ്, ഇൻഅഡിക്വേറ്റ് ഹെൽത്ത് സർവീസ്. ഏതാണ്? ഹൈ സോഷ്യോ എക്കോണമിക്കൽ സ്റ്റാറ്റസ് ഉള്ളവർക്ക് ഈ ഒരു കണ്ടീഷൻ വരുന്നത് കുറവാണ് അല്ലേ, അപ്പോൾ അതാണ് അല്ലാത്തത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പ്രൈമറി പ്രിവെൻറ്റീവ് അപ്രോച്ച് ഫോർ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്? പ്രൈമറി പ്രിവെൻറ്റീവ് അപ്രോച്ച് ഇതിൽ ഏതാണെന്നാണ്? പ്രൈമറി പ്രിവെൻറ്റീവ് ആണ് സർജറി, പ്രൈമറി പ്രിവെൻഷൻ ത്രൂ ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ, കീമോതെറാപ്പി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഏതാണ് പ്രൈമറി പ്രിവെൻഷൻ? നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. വിച്ച് ക്ലിനിക്കൽ feature is present in about 90% of rheumatic fever cases? 90% of rheumatic fever casesiലും കാണിക്കുന്ന ക്ലിനിക്കൽ ഫീച്ചർ ഇതിലേതാണ്? ഫീവർ, പോളി ആർത്രൈറ്റിസ്, കാർഡിറ്റിസ്, സ്കിൻ റാഷ്. ഏതാണ് 90% കാണിക്കുന്ന? ഏതാണ്? പോളി ആർത്രൈറ്റിസ് ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ ECG ഫൈൻഡിങ് ഇൻ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്? റുമാറ്റിക് ഹാർട്ട് ഡിസീസിൽ ECGയിൽ എന്ത് നോക്കിയിട്ടാണ് നമ്മളത് ഐഡന്റിഫൈ ചെയ്യുക? സെക്കൻഡ് ഡിഗ്രി AV ബ്ലോക്ക്, ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക്, കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ഏതാണ്? ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക് ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. കോമൺ ECG ഫൈൻഡിങ് അതാണ്, ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക്. വിച്ച് സ്റ്റിറോടൈപ്പ് ഓഫ് ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്കസ് ഈസ് ഫ്രീക്വൻലി അസോസിയേറ്റഡ് വിത്ത് റുമാറ്റിക് ഫീവർ? റുമാറ്റിക് ഫീവറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിറോടൈപ്പ് ഇതിലേതാണ്? M type 1, type 3, type 5, type 6. type 5 ആണ് കേട്ടോ. type 5 M പ്രോട്ടീൻ ആണ് വരുന്നത്. Which of the following is a minor manifestation of rheumatic fever according to 2002-2003 WHO criteria? മൈനർ മാനിഫെസ്റ്റേഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കാർഡിറ്റിസ്, പോളി ആർത്രൈറ്റിസ്, ഫീവർ, സബ്ക്യൂട്ടേനസ് നോഡ്യൂൾ. ഇതിൽ ഏതാണ് മൈനർ മാനിഫെസ്റ്റേഷൻ? ഇറ്റ് ഇസ് ഫീവർ. ബാക്കിയെല്ലാം നമ്മൾ മേജറിനകത്ത് കൊടുക്കുന്നതാണ് ഇതെല്ലാം. What is a common treatment for patient diagnosed with rheumatic fever to prevent rheumatic heart disease? ഏതാണ്? സർജറി, കീമോതെറാപ്പി, പെൻസിലിൻ തെറാപ്പി, റേഡിയേഷൻ തെറാപ്പി. ഏതാണ് നമ്മൾ കൊടുക്കുക? റൊമാറ്റിക് ഫീവറിന് നമ്മൾ പെൻസിലിൻ തെറാപ്പിയാണ് കൊടുക്കുന്നത്, പെൻസിലിനാണ് കൊടുക്കുക. വിച്ച് ഫാക്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേഴ്സ്റ്റ് പ്രോഗ്നോസിസ് ഫോർ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്? ഇതിൽ ഏത് ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വേഴ്സ് ആയിട്ട് വരാനുള്ള ചാൻസ്? മെയിൽ ജെൻഡർ, ഫീമെയിൽ ജെൻഡർ, ഏജ് ഓവർ 50, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഏതാണ്? ഫീമെയിൽ ജെൻഡേഴ്സിലാണ് കൂടുതൽ കാണുന്നത് കേട്ടോ വേഴ്സ്റ്റ് ആയിട്ട് പ്രോഗ്നോസിസ് വരുന്നത്. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ഡ്യൂറേഷൻ ഫോർ സെക്കൻഡറി പ്രിവെൻഷൻ ഓഫ് റൊമാറ്റിക് ഫീവർ റിക്കറൻസ് ഇൻ പേഷ്യൻറ്റ് വിത്തൗട്ട് കാർഡിയാറ്റിസ്? ഇതേതാണ്? 1 year, 3 year, 5 years until 18 years of age, 10 years or until 25 years of age. എത്ര ഡ്യൂറേഷനിൽ നമ്മൾ കൊടുക്കണം? സെക്കൻഡറി പ്രിവെൻഷൻ ആണ്, എത്ര ഡ്യൂറേഷനിലാണ് നമ്മളത്? റെക്കമെൻഡഡ് ഡ്യൂറേഷൻ ആണ്, എത്ര ആണ് കൊടുക്കുക? ഇറ്റ് ഈസ് 5 years or until 18 years of age ആണ്. വാട്ട് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് നോൺ മെഡിക്കൽ മെഷർ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് റൊമാറ്റിക് ഫീവർ? റൊമാറ്റിക് ഫീവർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നോൺ മെഡിക്കൽ മെത്തേഡ് ഇതിലേതാണ്? ഇംപ്രൂവ്ഡ് ലിവിങ് കണ്ടീഷൻ, സർജറി, കീമോതെറാപ്പി, വാക്സിനേഷൻ. ഏതാണ് വരിക? ഇംപ്രൂവ്ഡ് ലിവിങ് കണ്ടീഷനാണ് നോൺ മെഡിക്കൽ മെഷറിൽ വരുന്നത്.
നെക്സ്റ്റ് വൺ, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഈസ് എ മേജർ കോസ് ഓഫ് വിച്ച് കണ്ടീഷൻ വേൾഡ് വൈഡ്? ഏത് കണ്ടീഷനാണ് വേൾഡ് വൈഡ് കോസ് ചെയ്യുന്നത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് കാരണം? ആസ്മ, മിട്രൽ ഇൻസഫിഷ്യൻസി ആൻഡ് സ്റ്റെനോസിസ്, ട്യൂബർകുലോസിസ്, ഡയബറ്റിസ്. ഏതാണ് വരിക? മിട്രൽ ഇൻസഫിഷ്യൻസി ആൻഡ് സ്റ്റെനോസിസ് ആണ് കോസ് ചെയ്യുന്നത് കേട്ടോ. വിച്ച് ക്ലിനിക്കൽ ഫീച്ചർ ഓഫ് റുമാറ്റിക് ഫീവർ അഫക്ട്സ് ഓൾ ലെയേഴ്സ് ഓഫ് ദ ഹാർട്ട്? എല്ലാ ലെയേഴ്സിലും അഫക്ട് ചെയ്യുന്ന ഇതിലേതാണ്? പോളി ആർത്രൈറ്റിസ്, കാർഡിറ്റിസ്, ഫീവർ, സ്കിൻ റാഷ്. ഓൾ ലെയേഴ്സ് ഓഫ് ഹാർട്ടിനെ ഇറ്റ് ഇസ് കാർഡിറ്റിസ് ആണ് വരുന്നത് കേട്ടോ. പോളി ആർത്രൈറ്റിസ് ജോയിൻസിലൊക്കെയാണ് വരുന്നത്. ഓക്കെ. വാട്ട് ഈസ് എ ടിപ്പിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ബ്രെയിൻ ഇൻവോൾവ്മെന്റ് ഇൻ റുമാറ്റിക് ഫീവർ? ബ്രെയിനിൽ ഉണ്ടാവുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്താണ്? മെമ്മറി ലോസ്, ജർക്കി പർപ്പസ്ലെസ് മൂവ്മെന്റ്, സ്വിസേഴ്സ്, പാരലൈസിസ്. ഏതാണ്? ജർക്കി മൂവ്മെന്റ് ആണ് വരുന്നത് കേട്ടോ. ജർക്കി മൂവ്മെന്റ് ആണ് അവിടുത്തെ ബ്രെയിൻ ഇൻവോൾവ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. വിച്ച് WHO criteria is used for diagnosing a primary episode of rheumatic fever? 1 major and 1 minor manifestation, 2 major or 1 major and 2 minor manifestation, 3 minor manifestation, no clinical manifestation required. Primary episode നമ്മൾ എന്താ ചെയ്യുക? 2 major and 1 major and 2 minor ആണ്. 2 major അല്ലെങ്കിൽ 1 major and 2 minor manifestations ആയിരിക്കും നമ്മൾ നോക്കുന്നത്. Which approach is more practical in developing countries for preventing rheumatic fever recurrences? Rheumatic fever recurrencesനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അപ്രോച്ച് ഇതിലേതാണ്? അത് ഡെവലപ്പിംഗ് കൺട്രിയിൽ എടുക്കുന്നത്. പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി, ടേർഷറി പ്രിവെൻഷൻ ആൻഡ് ക്വാട്ടേണറി പ്രിവെൻഷൻ. ഏതാണ് എടുക്കുക? ഇറ്റ് ഈസ് സെക്കൻഡറി പ്രിവെൻഷൻ ആണ് കേട്ടോ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രിയിൽ കൂടുതൽ എടുക്കുന്നത്. Which age group in India has a high incidence of juvenile mitral stenosis? ജുവനൈൽ മെട്രൽ സ്റ്റെനോസിസ് കോസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഗ്രൂപ്പ് ഏതാണ്? 0 to 5, 5 to 15, 15 to 25, 25 to 35. ഏതാണ്? 5 to 15 ആണ്. അത് ഓർത്ത് വെച്ചേക്കുക. റൊമാറ്റിക് ഫീവറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് 5 to 15 ഇയേഴ്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹൈ റിസ്ക് ഗ്രൂപ്പ് ഓഫ് റൊമാറ്റിക് ഫീവർ? സ്കൂൾ ഏജ് ചിൽഡ്രൻ, elderly individuals, slum dwellers, people living in closed community. ഏതാണ്? elderly ഇൻഡിവിജ്വൽസിനാണ് ഹൈ റിസ്ക് ഇല്ലാത്തത്. ബാക്കി എല്ലാവർക്കും ഹൈ റിസ്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇംപ്രൂവിംഗ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് റെഡ്യൂസിംഗ് ഓവർ ക്രൗഡിംഗ് ക്യാൻ ഹെൽപ്പ് lower the incidence of rheumatic fever. Rheumatic heart disease is no longer a major health issue in any part of the world. A common non-cardiac symptom of rheumatic fever is a skin rash known as erythema marginatum. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അപ്പോൾ ഇംപ്രൂവിങ് സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലോവർ ആക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് കറക്റ്റാണ്. റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് നോ ലോങ്ങർ എന്നല്ല, ഇപ്പോഴും ഉണ്ട്. കോമൺ നോൺ കാർഡിയാക് സിംറ്റംസ് എന്ന് പറയുന്നത് ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷസ് ആണ്. അതും കറക്റ്റാണ്. സോ 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. റൊമാറ്റിക് ഫീവർ പ്രൈമർലി അഫക്ട് ദ ജോയിൻറ്റ്സ് ആൻഡ് ദ ഹാർട്ട്. Rheumatic heart disease is a significant cause of mitral insufficiency and stenosis worldwide. Rheumatic fever predominantly affect the adult over 50 years of age. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണ്? പ്രൈമറിലി അഫക്റ്റ് ചെയ്യുന്നത് ജോയിൻസിലും ഹാർട്ടിലും ആണ് റൊമാറ്റിക് ഫീവർ. ഈ ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? മിട്രൽ ഇൻസഫിഷ്യൻസി ആൻഡ് സ്റ്റെനോസിസ് കോസ് ചെയ്യാറുണ്ട്. റൊമാറ്റിക് ഫീവർ കൂടുതലും ഒരു സ്കൂൾ ഗോയിങ് ഏജിലാണ് വരുന്നത്. അപ്പോൾ 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. Okay. Next question, which of the following statement is or are correct? A major criterion for the diagnosis of rheumatic fever include a recent history of streptococcal infection. Rheumatic fever and rheumatic heart disease are considered completely different conditions with no epidemiological connection. The revised John criteria are used to diagnose rheumatic fever and rheumatic heart disease. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. നമ്മൾ ഒരു ഹിസ്റ്ററി ഓഫ് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ നോക്കാറുണ്ട്. വെറാസ് ഇതെന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. സോ അത് ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഫീമെയിൽസ് ജനറലി ഹാവ് എ ബെറ്റർ പ്രോഗ്നോസിസ് ദാൻ മെയിൽ വെൻ അഫക്റ്റഡ് ബൈ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്. Primary prevention of rheumatic heart disease involves the treatment of streptococcal throat infection with antibiotic like penicillin. The presence of subcutaneous nodule is a major manifestation of rheumatic fever. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്?
അപ്പം ബെറ്റർ പ്രോഗ്നോസിസ് അല്ല, വേഴ്സ്റ്റ് പ്രോഗ്നോസിസ് ആണ്. സോ ഇറ്റ് ഇസ് റോങ്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. അപ്പോൾ 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ഏതാണ്? റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് RHD often develops as a complication of untreated or purely treated rheumatic fever. Group A beta hemolytic streptococci are the primary bacterial agent responsible for triggering rheumatic fever. Rheumatic heart disease is a communicable disease. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള? റൊമാറ്റിക് ഹാർട്ട് ഫീവർ ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗ്രൂപ്പ് എ ബീറ്റ ഹിമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കെ ആണ് എന്താണ് പ്രൈമറി ബാക്ടീരിയൽ ഏജന്റ് എന്ന് പറയുന്നത്. സോ അതും ശരിയാണ്, ഇതും ശരിയാണ്. അപ്പം ഇതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇപ്പം 3 ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എത്രയാണ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ റൊമാറ്റിക് ഫീവറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്? സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത് ആ സ്ട്രെപ്റ്റോകോക്കയുടെ കാര്യം നോക്കി വെച്ചേക്കുക. ആൻഡ് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ, ആ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഈ റൊമാറ്റിക് ഹാർട്ട് ഡിസീസസിൽ. അതേപോലെ നമ്മൾ ആ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഇല്ലേ, മേജർ ആൻഡ് മൈനർ, അത് രണ്ടും പഠിച്ചു വെച്ചേക്കുക. മേജർ ഏതൊക്കെയാണ്, മൈനർ ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇപ്പോൾ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു എവരിവൺ.